സ്തോത്രം ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിങ്ങനെ വായിച്ച് കേൾക്കാറുണ്ട്, ജോസഫ് പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കൈ തട്ടി ഓടി. എന്തിനോടി? യഹോവ അവനോട് കൂടിയുണ്ടായിരുന്നു. ജോസഫ് പറയുന്നുണ്ട്, നീയും ഞാനും മാത്രമാണ് നിൽക്കുന്നതെന്നാണ് നിൻ്റെ ചിന്ത. അല്ല, ഇവിടെ ഒരാളുണ്ട്, ദൈവം. എന്തുകൊണ്ട് പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇത് കാണാൻ പറ്റിയില്ല? കാരണം പ്രലോഭനങ്ങൾ ആഴങ്ങളിൽ കൂടി ആ ജോസഫിൻ്റെ ഹൃദയത്തിനെ തുളയ്ക്കാൻ പറ്റിയില്ല. എന്ത് കാരണം? അവനൊരു വിശ്വാസമുണ്ട്. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇതിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും അപ്പോൾ ഈ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ എന്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പിടിച്ചടക്കാൻ പറ്റുന്നില്ല? സ്തോത്രം. ഞാൻ വലിയ ഇതായിട്ട് സംസാരിക്കണമല്ല, കാരണം നമ്മൾ അതിന് മുതിരുന്നില്ല. നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മളെ തെറ്റായ ചിന്തകൾ, എന്തിനധികം പറയണ എന്തോ പറയാൻ, സെക്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ, ചിന്തകൾ, കോപങ്ങൾ, ഇതൊന്നും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചടക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒന്നും മനസ്സിലാക്കൂ. സ്തോത്രം. ആലയത്തിനു വേണ്ടി വളരെ ശക്തമായി നിന്നൊരു മനുഷ്യനാണ് ദാവീദ്. കർത്താവ് പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, അവനെപ്പോലും അവനെപ്പോലും ചിന്തയിലിട്ട്, ഉരിയയുടെ ഭാര്യയുടെ വിഷയത്തിലിട്ട് അവനെപ്പോലും തെറ്റിച്ചതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് അവനറിയാതെ അവൻ്റെ ജഡപ്രകാരമുള്ള ചിന്തകളും അതിനകത്ത് കിടക്കുന്ന പ്രലോഭനങ്ങളും ആണ് അവൻ്റെ ആത്മീയ തലത്തെ തെറ്റിച്ച് കളയുന്നത്. ഇതൊന്നും പുറത്തു പറയാൻ പറ്റൂ? ഇല്ല, ആർക്കും പുറത്തു പറയാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൈവ വചനത്താൽ ജയിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെയും ആ വിഷയത്തിലൊന്നും ജയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ജോസഫ് എങ്ങനെ ഈ പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കൈ തട്ടി ഓടി? കാരണം ഇവർ രണ്ടുപേരും മാത്രമേ ആ വീട്ടിനകത്തുള്ളൂ. ജോസഫിനെ 1-2 ദിവസമല്ല ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞും ശരീരപ്രകൃതി കാണിച്ചും. കർത്താവ് പറഞ്ഞെന്താ? കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ നീ നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് വ്യഭിചരിക്കുന്നെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ജോസഫിന് അത് ചെയ്യാൻ പറ്റിയില്ല? ജോസഫ് മനുഷ്യനല്ലേ, എന്തുകൊണ്ടത് പറ്റാത്തത്? കാരണം അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. കാരണം ആ ഭവനം അല്ലെങ്കിൽ ആ കൊട്ടാരം പൊത്തിഫർ ഈ ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അത്ര വിശ്വസത. കാരണം യഹോവ അവനോട് കൂടി ഉണ്ട്. ഇത് ഞാൻ ആരെയും കുറ്റം പറയല്ല, എന്തോ വലിയവനായിട്ട് സംസാരിക്കണമല്ല. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറഞ്ഞ് ചില വിഷയങ്ങൾ, ചില ചിന്തകൾ, ചില ഒറ്റപ്പെടലുകൾ, ഈ ജഡസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. പരിപൂർണമായിട്ടും സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. കാരണം 24 hours ദൈവവചനം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടാൽ നിൻ്റെ അകത്തെ മനുഷ്യൻ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ദൈവമുണ്ട്. ഇവിടെ നോക്കുക, അവർ 2 പേരേ ഉള്ളൂ. എന്ത് വേണോ ചെയ്യാം. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്ന സെൽഫോൺ കിട്ടിയ യൂട്യൂബ് അങ്ങോട്ട് തുറന്നാൽ മതി, നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായി മാറും. നമ്മളിങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ അകത്ത് കിടക്കുന്ന ഏതോ ഒരു ചിന്തയുമായി, ചില ആഗ്രഹങ്ങളുമായി ഈ യൂട്യൂബ് കണക്റ്റഡ് ആവും. പിന്നെ നമ്മൾ അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ, അതിൽ തന്നെ നമ്മുടെ മൈൻഡ് എല്ലാം അതിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മുഖേന എന്ത് ചെയ്യണമെന്നറിയാവോ? ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിച്ചേ പറ്റൂ. ദാവീദ് ചെയ്ത ഒരു തെറ്റെല്ലാം ചെയ്തതിന് ശേഷമോ അവന് ബോധം വന്നേ, അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങളാ? പക്ഷേ ജോസഫ് എന്തുകൊണ്ടാ തെറ്റി വീണില്ല? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ വചനങ്ങളെടുത്ത് വായിക്കണം. എന്തുകൊണ്ട് ജോസഫ് ആ തെറ്റിൽ വീണില്ല? കാരണം അവൻ്റെ സഹോദരങ്ങൾ ചെയ്യുന്ന തെറ്റ് പോലും തൻ്റെ അപ്പനോട് പറഞ്ഞു കൊടുക്കുന്നൊരു മകൻ. അവനൊരു ചെറുപ്പക്കാരനാണ്. വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, സ്വപ്നം സ്വർഗത്തിലെ ദൈവം കൊടുത്തപ്പോൾ അവന് മനസ്സിലായി, ഇത് ദൈവ സാന്നിധ്യം ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ചില തെറ്റിലേക്ക് പോകാൻ പാടില്ല. മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്.
പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിപ്പോകരുത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, പൊത്തിഫറിൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നത്, ഈ പാപം ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജോസഫ് അവിടെ നിന്ന് ഓടി. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന, എവിടെയൊക്കെയോ നിങ്ങൾ കുരുങ്ങിക്കിടപ്പുണ്ട്, എവിടെയൊക്കെയോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, വീർപ്പ് മുട്ടുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നു, നീ ദൈവസന്നിധിയിൽ വാ, നിൻ്റെ പ്രാർത്ഥന മുറിയിൽ വാ, നീ ദൈവത്തോട് സംസാരിക്കേ. സാത്താൻ നിൻ്റെ തലയ്ക്കകത്ത് പല കാര്യങ്ങളും പറഞ്ഞു തരും, നീ അത് കേൾക്കരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് നീ കേൾക്ക്. നിനക്കിതിലൊരു വിജയം കിട്ടും. കാരണം നീ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കാൻ പാടില്ല. നീ ദൈവത്തിൻ്റെ മന്ദിരമാവുന്നെന്ന് നിനക്ക് ചിന്തിക്കാൻ പാടില്ല. നീ പുതിയ മനുഷ്യനാണ് എന്ന് നിനക്ക് ചിന്ത വരാൻ പാടില്ല. നീ പുതിയ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല. നീ പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോട് കൂടി കുഴിച്ചിട്ട് നീ സ്നാനപ്പെട്ട് പുതിയ സൃഷ്ടിയായി. അങ്ങനെയാണെങ്കിൽ യേശു നിൻ്റെ കൂടെ നടക്കുന്നെന്ന് നിനക്ക് ബോധം വരാൻ പാടില്ല. കണ്ട, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ പോകുന്ന ഇടത്തെല്ലാം നീ യേശുവിനെ പ്രസംഗിക്കും. നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ അനേക രാജ്യങ്ങളെ പിടിച്ചടക്കും. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിച്ചു നോക്കുക. സ്തോത്രം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ആഭിചാരം കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷെ അവൻ യേശുവിനെ അല്ലേ പ്രസംഗിച്ചേ? എന്തുകൊണ്ട് താൻ ആ ആഭിചാരത്തെ പേടിച്ചില്ല? അവനറിയാം, എൻ്റെ ഉള്ളിലിരിക്കുന്നത് നസ്രായനായ യേശുവാണ്, എന്നെ വിളിച്ചത് യേശുവാണ്, എനിക്ക് സുവിശേഷം പറഞ്ഞേ പറ്റൂ, എനിക്ക് സുവിശേഷം പറഞ്ഞേ പറ്റൂ. പൗലോസ് പറഞ്ഞു, സുവിശേഷം പറയാൻ എൻ്റെ മേൽ നിർബന്ധം കിടക്കുന്ന. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറ. പ്രലോഭനം, സെക്സിൻ്റെ ചിന്തകൾ, ജഡത്തിൻ്റെ പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പിടിച്ചടക്കാൻ പറ്റും. കാരണം കർത്താവ് നിനക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. ആ അഭിഷേകത്തെ നീ ജയിക്കണം. കാരണം നിൻ്റെ മേലൊരു വലിയ അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ട്, വലിയൊരു ദൈവപ്രവൃത്തി വെച്ചിട്ടുണ്ട്. ഈ സാത്താൻ നിന്നെ ഈ ചിന്തകളിട്ട് കളിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഗലാത്യയിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, ആത്മാവ് ജഡത്തിനും എതിരാണ്, ജഡം ആത്മാവിനും എതിരാണ്. പക്ഷെ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ ഇരിക്കെ ഒരു അത്ഭുതം നീ കണ്ടിരിക്കും. ശ്രദ്ധിക്കൂ, ജോസഫിനെ വിടിവിച്ചൊരു ദൈവം. ഹല്ലേലൂയ. സാത്താൻ ഇടം കൊടുക്കാതെ, അവൻ്റെ പ്രലോഭനങ്ങൾക്ക് വീഴാതെ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മുമ്പിലോട്ട് നടക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.